അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് നാഴികയ്ക്ക് 40 വട്ടം LDF നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CPM മാത്രമല്ല, ഘടകകക്ഷി നേതാക്കളും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇത് UDF ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒരു ഭീതി ഉണ്ടാക്കുക. ഇത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല കേട്ടോ, LDFൻ്റെ ഈ തന്ത്രം. അതുതന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാനുള്ള നീക്കം നടത്തുകയാണ്. അവിടെ വെള്ളാപ്പള്ളിയും ഉണ്ട് കൂടെ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില നേതാക്കന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവര് മതേതരവാദികൾ, എന്നാൽ മറുവശത്ത് നിൽക്കുമ്പോൾ അത് തീവ്രവാദികളും വർഗീയവാദികളുമായിട്ട്. ഇത് നമ്മൾ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. പല പ്രസ്ഥാനങ്ങളെ അവർ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത്, അവരിപ്പോൾ മതേതരവാദികളാണ്, ജനാധിപത്യവാദികളാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. മറിച്ച് ഏത് പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ പറയും അവർ തീവ്രവാദികളാണ്. ഇവിടെ നേരത്തെ സയ്യിദ് പണിക്കരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് ഇടതുപക്ഷമായാലും തെറ്റാണെന്ന കാഴ്ചപ്പാടുകാരാണ് ഞങ്ങൾ അതിനൊക്കെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ളവരാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനാപരമായി തന്നെ ആത്യന്തികമായിട്ട് RSSനെ പോലെ തന്നെ ഒരു മതവർഗീയ സംഘടനയാണ്. RSSന്റെ ലക്ഷ്യം എന്താണ്? ഒരു ഹിന്ദു രാഷ്ട്രവാദം. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രവാദം. പക്ഷെ എണ്ണത്തിൽ കുറവുണ്ടോ വലിപ്പമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഹിന്ദുക്കൾ 80% വരെ ഹിന്ദുക്കളിൽ വന്ന എത്ര പേരുണ്ട്? 5-10% പേരാണ് RSS പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ. ബാക്കിയുള്ള 10-70% പേരൊന്നും അതിനകത്ത് പ്രവർത്തിക്കുന്നവരൊന്നുമല്ല, അനുഭാവികളൊക്കെ ഉണ്ടാകും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് കേരളത്തിൽ അവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മത തീവ്രവാദ പ്രസ്ഥാനമാണ്. അതിനോടൊത്ത് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും VD സതീശൻ തന്നെ 4 വോട്ടിന് വേണ്ടി ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇപ്പോൾ മത തീവ്രവാദമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അത് മത തീവ്രവാദമില്ലാത്ത പരിശുദ്ധി, സീതയെ പോലെ അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പരിശുദ്ധ പ്രസ്ഥാനമായിട്ട് കാണുമ്പോൾ നമുക്കതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. എവിടെയെങ്കിലും 10 ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. CPMനെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് CPMന്റെ MLA, അല്ല CPMന്റെ MP. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഏതൊരു പ്രസ്ഥാനമായാലും ഇവിടെ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്നാണ് ഞങ്ങളും അവകാശപ്പെടുന്നത്, UDF അവകാശപ്പെടുന്നത്. അങ്ങനെ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി പോലെയോ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയോ SDPയെ പോലെയുള്ള മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുവിടാൻ പാടില്ല. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മറുവശത്ത് കൂടിയിട്ട് ഇന്നലെ LDFുമായിട്ട് സഖ്യമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അവൻ വലിയ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്യുന്നു. തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അല്ലല്ല, മനസ്സുകൊണ്ട് CPMന് ജമാഅത്തെ ഇസ്ലാമിയോട് താല്പര്യമുണ്ട്. അതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ സ്വീകരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ചെയ്യുന്നുമുണ്ട്. കേരളം വിട്ടുകഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. എന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ UDF പിന്തുണ സ്വീകരിക്കുമ്പോൾ പറയുന്നത് അവർ വർഗീയവാദികളാണ് എന്ന്. വർഗീയവാദി എന്ന് വർഗീയവാദി തർക്കമൊന്നുമില്ല. വർഗീയവാദി ഒന്നും നമുക്ക് വെള്ളം പൂശിക്കൊണ്ട് പുള്ളിപ്പുലിയുടെ പെയിന്റ് അടിച്ചാലും പുള്ളിപ്പുലിയുടെ പുള്ളി മാറും. പക്ഷെ വോട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് കുഴപ്പമില്ല. ശ്രീജിത്ത്, അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ അല്ലേ LDFന്റെ ഭാഗത്തു നിന്നും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.